ഹായ് മക്കളെ, ഹലോ, ഇറ്റ്സ് മീ ഡോക്ടർ ബിലാൽ. മക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഹ്യൂമൻ ഫിസിയോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്ററാണ്. പക്ഷേ എളുപ്പമാണ് കേട്ടോ. ദാറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ബ്രീത്തിങ് ഒക്കെ പോലെ ഭയങ്കര എളുപ്പമുള്ള ചാപ്റ്ററാണ്. എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ. ആൻഡ് ഓൾസോ നമുക്ക് ബ്രീത്തിങ് പോലെ തന്നെ വെയിറ്റേജ് 1 to 2 മാർക്ക് വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്ററാണിത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ ചാപ്റ്റർ. വളരെ പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. നമുക്ക് ഇതിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് മോഡ് ഓഫ് എക്സ്ക്രീഷൻ ഇൻ ആനിമൽ കിങ്ഡം. ആനിമൽ കിങ്ഡത്തിലെ പല ജീവികളും പല പ്രൊഡക്റ്റിനാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. മൂന്ന് പ്രൊഡക്റ്റാണ് പ്രധാനമായിട്ടുള്ളത്: അമോണിയ, യൂറിയ, യൂറിക് ആസിഡ്. അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുമ്പോൾ അമോണോടെലീസ് എന്ന് പറയും. യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുമ്പോൾ യൂറിയോടെലീസം. യൂറിക് ആസിഡ് ആണെങ്കിൽ നമ്മൾ യൂറിക് ആസിഡ് ആണെങ്കിൽ നമ്മൾ യൂറിക്കോടെലിസം എന്ന് പറയും. മൂന്ന് തരത്തിൽ അല്ലേ. അപ്പോൾ ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം ചിലപ്പോൾ ചോദ്യം ചോദിച്ചേക്കാം. അമോണിയയുടെ പ്രത്യേകത എന്താണെന്നറിയോ? അമോണിയ ഈസ് മോസ്റ്റ് ടോക്സിക് നൈട്രോജിനസ് വേസ്റ്റ്. ഏറ്റവും ടോക്സിസിറ്റി ഉള്ള നൈട്രോജിനസ് വേസ്റ്റ് ആണ് അമോണിയ. എന്നാൽ യൂറിക് ആസിഡോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ലീസ്റ്റ് ടോക്സിക്. ഓപ്പോസിറ്റ് എന്ന് പഠിച്ചത് ലീസ്റ്റ് ടോക്സിക് നൈട്രോജിനസ് വേസ്റ്റ് ആണ്. അമോണിയ മോസ്റ്റ് ടോക്സിക് ആയതുകൊണ്ട് തന്നെ ഇറ്റ് റിക്വയർ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ഫോർ എലിമിനേഷൻ. അതിനെ പുറന്തള്ളാൻ ധാരാളം വെള്ളം വേണ്ടി വരും. യൂറിക് ആസിഡോ ഇത് ലീസ്റ്റ് ടോക്സിക് ആണ്. അപ്പോൾ എന്താ, കുറച്ച് വെള്ളം മതി. യൂറിക് ആസിഡ് റിക്വയർ ലീസ്റ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ഫോർ എലിമിനേഷൻ. ഇനി യൂറിയ ഇത് രണ്ടിൻ്റെയും ഇടയിലാണ്. അങ്ങനെ പഠിച്ചാൽ മതി. യൂറിയ ഇത് രണ്ടിൻ്റെയും ഇടയിലാണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഇനി നോക്ക്, അപ്പോൾ കരയിലുള്ള ജീവികൾക്ക് വെള്ളം കുറച്ചല്ലേ കിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് അമോണിയ മോസ്റ്റ് ടോക്സിക് ആണ്. അതിനെ പുറത്തുള്ള ഒരുപാട് വെള്ളം വേണം. കരയിലുള്ള ജീവികൾക്ക് വെള്ളം കുറച്ചാൽ കിട്ടുക. അതുകൊണ്ടാണ് കരയിലുള്ള ജീവികൾക്ക് അമോണോടെലിസം ഇല്ലാത്തത്. കരയിലുള്ള ജീവികൾ നിങ്ങൾ എങ്ങനെ നോക്കിയാലും ഒന്നുകിൽ യൂറിയ ആയിരിക്കും, യൂറിക് ആസിഡ് ആയിരിക്കും, അല്ലെങ്കിൽ സോ യു ഹാവ് ടു ആൻസർ ദിസ്. ഇത് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമോണോടെലിസം കാണിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് മക്കളെ? അമോണോടെലിസം ബോണി ഫിഷസ് അല്ലേ, നമ്മുടെ ബോണി ഫിഷുകളാണ് അമോണോടെലിസം കാണിക്കുന്ന ഒരാൾ. ഒസ്റ്റിത്തൈസ്. പിന്നെ അക്വാട്ടിക് ആംഫീബിയ, അതായത് ആംഫീബിയകളുടെ ലാർവ. അപ്പോൾ തവള ആംഫീബിയ ആണ്. അതിൽ ലാർവ ഫുൾ ടൈം വെള്ളത്തിലല്ലേ, അതാണ് അക്വാട്ടിക് ആംഫീബിയ. പിന്നെ അക്വാട്ടിക് ഇൻസെക്ട്, ബോണി ഫിഷ്, അക്വാട്ടിക് ആംഫീബിയ, അക്വാട്ടിക് ഇൻസെക്ട്. ഇനി യൂറിയോടെലിസം കാണിക്കുന്ന ആളുകളോ? ബോണി ഫിഷ് അമോണോടെലിസ് ആണെങ്കിൽ മറൈൻ ഫിഷ് ഓർ കോൺട്രിത്തൈസ് കാർട്ടിലേജിനസ് ഫിഷ് എന്താണ് കുട്ടികളെ? യൂറിയോടെലിസ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ആംഫീബിയ, ഇത് നേരെ എങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. അടുത്ത് നമ്മളിവിടെ അക്വാട്ടിക് ആംഫീബിയ പറഞ്ഞു. അപ്പോൾ ടെറസ്ട്രിയൽ ആംഫീബിയ, ആംഫീബിയകളുടെ അഡൽട്ടുകൾ. ടെറസ്ട്രിയൽ ആംഫീബിയ എന്താണ്? ടെറസ്ട്രിയൽ ആംഫീബിയ പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ആംഫീബിയൻ്റെ അഡൽട്ട് കേട്ടോ. അവർ യൂറിയോടെലിസ് ആണ്. പിന്നെ നമ്മൾ യൂറിയ എന്നറിയാമല്ലോ. അപ്പോൾ മാമൽസ്, ഇത്രയും ആളുകൾ യൂറിയോടെലിസ് ആണ്. ഇനി യൂറിക്കോടെലിസോ യു ക്യാൻ സിംപ്ലി റിമെമ്പർ ബൈ ബിർല കേട്ടോ. യു ക്യാൻ സിംപ്ലി റിമെമ്പർ ബൈ ദ കോഡ് ബിർല. ടാറ്റ ബിർല എന്നൊക്കെ കേട്ടില്ല, ബിർല. ബേർഡ്. അക്വാട്ടിക് ഇൻസെക്ട് അല്ലാത്ത ഇൻസെക്റ്റുകൾ, അതാണ് ലാൻഡിൽ കാണുന്ന ഇൻസെക്റ്റുകൾ. റെപ്റ്റൈലുകൾ, ലാൻഡ് സ്നെയിൽ, ലാൻഡിൽ കാണുന്ന ഒച്ചുകൾ, ലാൻഡിൽ കാണുന്ന മൊളസ്കകൾ. ഇത്രയും ആളുകൾ ബിർല. ബേർഡ്, ലാൻഡ് ഇൻസെക്റ്റുകൾ, റെപ്റ്റൈൽസ്, ലാൻഡ് സ്നെയിൽസ്, ഇത്രയും ആളുകൾ യൂറിക് ആസിഡാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ഇനി നോക്കൂ, നമ്മുടെ കേസിൽ ഒരു പോയിന്റ് കൂടെ പഠിച്ചേക്ക്. നമ്മുടെ കേസിൽ ശരിക്കും നമ്മുടെ സെല്ലുകളിൽ അമോണിയാണ് ഉണ്ടാവുക. ആ അമോണിയ നേരെ ലിവറിലേക്ക് എത്തും. ലിവർ ഈ അമോണിയനെ യൂറിയ ആക്കി മാറ്റും. ആ യൂറിയ ബ്ലഡിലൂടെ കിഡ്നിയിലേക്ക് എത്തും. കിഡ്നി അതിനെ പുറന്തള്ളും. അപ്പോൾ കിഡ്നീൻ്റെ പണി പുറന്തള്ളുക, ലിവറിൻ്റെ പണിയോ യൂറിയ ഉണ്ടാക്കുക. അപ്പോൾ യൂറിയ ഉണ്ടാക്കുന്ന അവയവേദ ലിവർ, യൂറിയ പുറന്തള്ളുന്ന അവയവേദ കിഡ്നി. കീപ്പ് ഇൻ മൈൻഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇത് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. ഒന്ന് പോസ് ചെയ്യാം. നോക്കുക, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐ വോണ്ട് ആൻസർ ഇറ്റ്. നിങ്ങൾ പോസ് ചെയ്യുക വീഡിയോ, എന്നിട്ട് നേരെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, യു വിൽ ഗെറ്റ് ഇറ്റ്. അടുത്ത് നമ്മൾ രണ്ടാമത്തെ ഭാഗത്ത് ഇവിടെ പഠിക്കുന്നത് എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് ഇൻ ആനിമൽ കിങ്ഡം. നിങ്ങൾ ഓൾറെഡി ആനിമൽ കിങ്ഡം ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അവിടെ ഒരു വ്യത്യാസമുണ്ട്. അവിടെ നമ്മൾ ഫ്ലെയിം സെൽ ഓർ പ്രോട്ടോനെഫ്രീഡിയ ആർക്ക് മാത്രമാണ് പഠിച്ചത്? പ്ലാറ്റിഹെൽമിന്തസിന് മാത്രമാണ് പഠിച്ചത്. ഇവിടെ ചില അനിലീഡകൾക്കും ഈ പ്രോട്ടോനെഫ്രീഡിയ ഓർ ഫ്ലെയിം സെൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഫൈലം റോട്ടിഫറ എന്ന് പറഞ്ഞ ഫൈലത്തിനുണ്ട്. സെഫലോകോഡേറ്റ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിനുണ്ട്. ഇത്രയും ആളുകൾക്ക് പ്രോട്ടോനെഫ്രീഡിയ ആണ്. പിന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചാണ് അനലീഡ്സിന് നെഫ്രീഡിയാണ്, ഇൻസെക്റ്റിന് മാൽപീജിയൻ ട്യൂബ്യൂളാണ്. ഇനി പഠിക്കാത്തൊരു കാര്യമാണ് ക്രസ്റ്റേഷ്യൻസ്. നമ്മൾ ക്ലാസ് ക്രസ്റ്റേഷ്യ, ഫൈലം ആർത്രോപോഡയിൽ പലതരം ക്ലാസ് ഉണ്ട്. ക്ലാസ് ഇൻസെക്റ്റ, ക്ലാസ് സെസ്റ്റോഡ, ക്ലാസ് ക്രസ്റ്റേഷ്യ എന്നൊക്കെ പറഞ്ഞ്. അതിൽ ക്രസ്റ്റേഷ്യ നമ്മുടെ പ്രോൺസിനെ പോലെയുള്ള ക്രസ്റ്റേഷ്യൻസിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗനാണ് ആൻറ്റിനൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ ഗ്രീൻ ഗ്ലാൻഡ്. ഏതാണ്? ആൻറ്റിനൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ ഗ്രീൻ ഗ്ലാൻഡ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പഠിച്ചോ. എല്ലാ എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സും ഉണ്ടല്ലോ, അവർക്ക് ഓസ്മോ റെഗുലേഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൂടിയുണ്ട്. എന്താ ഓസ്മോ റെഗുലേഷൻ? നമ്മുടെ ബോഡിയിലെ അയോണുകളുടെയും വാട്ടറിൻ്റെയും ഒക്കെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് ഓസ്മോ റെഗുലേഷൻ. എല്ലാ എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സിനും അങ്ങനെ ഒരു ഫംഗ്ഷൻ കൂടിയുണ്ട്. സോ നൗ ട്രൈ ടു ആൻസർ ദിസ്. ഓക്കെ, അടുത്തത് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം. അതിൽ എന്തൊക്കെയുള്ളത്? വി ഹാവ് എ പെയർ ഓഫ് കിഡ്നീസ്, വി ഹാവ് എ പെയർ ഓഫ് യുറീറ്റേഴ്സ്, വി ഹാവ് എ യൂറിനറി ബ്ലാഡർ ആൻഡ് എ സിംഗിൾ യുറീത്ര. അല്ലെ, ഒരു ബ്ലാഡറും യുറീത്രയും ഉണ്ട്. ഇത്രയേ ഉള്ളൂ.
ഇനി നമ്മുടെ കിഡ്നിയുടെ കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. കിഡ്നീസ് ആർ റെഡിഷ് ബ്രൗൺ ആണ്, ബീൻ ഷേപ്പ്ഡ് ആണ്. കിഡ്നിയുടെ ലൊക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ലാസ്റ്റ് തൊറാസിക് വെർട്ടിബ്രയുടെയും തേർഡ് ലംബാർ വെർട്ടിബ്രയുടെയും ഇടയിലാണ് കിഡ്നിയെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി കിഡ്നിയുടെ നോക്ക് 10 to 12 സെൻറ്റിമീറ്റർ നീളമുണ്ട്, വീതി 5 to 7 സെൻറ്റിമീറ്റർ ഉണ്ട്, പിന്നെ അതിൻ്റെ തിക്നെസ് 2 to 3 സെൻറ്റിമീറ്റർ ഉണ്ട്, വെയിറ്റ് 120 to 170 gram ആണ് അഡൽട്ടിലുള്ള കിഡ്നിയുടെ വെയിറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കിഡ്നിയുടെ ലൊക്കേഷൻ ഒരു ചോദ്യമാണ്. യു ട്രൈ ടു ആൻസർ ഇറ്റ്. ഓക്കെ, നൗ നമ്മുടെ കിഡ്നിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു ടഫ് ക്യാപ്സ്യൂൾ നമുക്ക് കാണാൻ പറ്റും. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എപ്പോഴും വിട്ടുപോകുന്നതാണ്. ടഫ് ക്യാപ്സ്യൂൾ കാണാൻ പറ്റും. ഇനി കിഡ്നിയുടെ ഉൾഭാഗത്ത് ഈ ഒരു ഇന്നർ സർഫസിൽ നിങ്ങൾക്കൊരു നോച്ച് കാണാൻ പറ്റും. ദിസ് നോച്ച് ഈസ് കോൾഡ് ഹൈലം. ആ നോച്ചിനെ വിളിക്കുന്ന പേരാണ് ഹൈലം. ആ ഹൈലത്തിലൂടെയാണ് ബ്ലഡ് വെസലുകൾ കിഡ്നിയിലേക്ക് പോകുന്നത്, നെർവുകൾ പോകുന്നത്, യൂറീറ്റർ പുറത്തോട്ട് വരുന്നത് ഒക്കെ ആ നോച്ചിലൂടെയാണ്. ദറ്റ് നോച്ച് ഈസ് കോൾഡ് ഹൈലം. ക്ലിയർ ആണല്ലോ. ഇനി നമ്മുടെ കിഡ്നിയുടെ ഉൾഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഇതാണല്ലോ ഹൈലം, ഓർമ്മയുണ്ടല്ലോ. ഇന്നർ ടു ഹൈലം യു ക്യാൻ സി എ ഫണൽ ഷേപ്പ്ഡ് സ്പേസ്. ആ ഫണൽ ഷേപ്പ്ഡ് സ്പേസിനെ വിളിക്കുന്ന പേരാണ് റീനൽ പെൽവിസ്. ഇന്നർ ടു ഹൈലം യു ക്യാൻ സി എ ഫണൽ ഷേപ്പ്ഡ് സ്പേസ് കോൾഡ് റീനൽ പെൽവിസ്. ആ റീനൽ പെൽവിസിന് കുറേ പ്രൊജക്ഷൻസ് കാണുന്നില്ലേ മക്കളെ? ഈ റീനൽ പെൽവിസിൻ്റെ പ്രൊജക്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കാലിക്സ് അല്ലെങ്കിൽ കാലിസസ് എന്ന് വിളിക്കുക. ക്ലിയർ ആണല്ലോ. ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മൾ കിഡ്നിയുടെ ഉള്ളിലുള്ള ഈ ഭാഗം എടുത്തു കഴിഞ്ഞാൽ കിഡ്നിയുടെ ഉള്ളിൽ 2 ഏരിയ ഉണ്ട്. ഔട്ടർ കോർട്ടെക്സ് ആൻഡ് ഇന്നർ മെഡുല്ല. മെഡുല്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കാലിക്സിലേക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന കുറേ പിരമിഡുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മെഡുല്ല അല്ലെങ്കിൽ മെഡുലറി പിരമിഡ്സ് എന്ന് വിളിക്കുക. സോ കിഡ്നി ഹാവ് ഔട്ടർ കോർട്ടെക്സ് ആൻഡ് ഇന്നർ മെഡുല്ല. മെഡുല്ല എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂസ് സ്ട്രക്ചർ അല്ല, കുറേ പിരമിഡുകളാണ്. ഇനി നോക്കൂ, യു ക്യാൻ സി കോർട്ടെക്സ് എക്സ്റ്റെൻഡ് ഇൻ ബിറ്റ്വീൻ ദ മെഡുല്ല. ഈ മെഡുലറി പിരമിഡ്സ്, ഈ പിരമിഡ്സിൻ്റെ ഇടയിലുള്ള ഈ ഭാഗവും കോർട്ടെക്സ് ആണ്. ഇതിനെയാണ് നമ്മൾ റീനൽ കോളം അല്ലെങ്കിൽ കോളം ഓഫ് ബർട്ടിനി എന്ന് പറയും. എന്താണ്? വേറൊരു പേരാണ് കോളം ഓഫ് ബർട്ടിനി. റീനൽ കോളം അല്ലെങ്കിൽ കോളം ഓഫ് ബർട്ടിനി. ഈസ് ദാറ്റ് ക്ലിയർ? വളരെ സിമ്പിൾ ആണ് അല്ലേ? സോ നൗ ട്രൈ ടു ആൻസർ ദിസ്. ടഫ് ക്യാപ്സ്യൂൾ. എന്താണ് ആൻസർ? ടഫ് ക്യാപ്സ്യൂൾ ആണ് കേട്ടോ. കിഡ്നിയുടെ പുറത്തുള്ള ക്യാപ്സ്യൂൾ നല്ല ടഫാണ്. ഇനി അടുത്ത് നമ്മൾ നെഫ്രോൺ. നെഫ്രോൺ ആണ് കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്. ഒരു കിഡ്നിയിൽ എത്ര നെഫ്രോൺ ഉണ്ടാവും അറിയോ? അറൗണ്ട് 10 million നെഫ്രോൺ ഓരോ കിഡ്നിയിലുണ്ട്. നെഫ്രോൺ ഉണ്ടാക്കിയുള്ള 2 ഭാഗം കൊണ്ടാണ്. ഒന്ന് ഗ്ലോമറുലസ്, 2 റീനൽ ട്യൂബ്യൂൾ. എന്താ ഗ്ലോമറുലസ്? അഫറൻ്റ് ആർട്ടീരിയോൾ എന്ന് പറയുന്ന ഒരു ആർട്ടീരിയോൾ ഉണ്ട്. ഈ അഫറൻ്റ് ആർട്ടീരിയോൾ ഉണ്ടാക്കുന്ന കുറേ കാപ്പില്ലറികളുടെ കൂട്ടത്തെയാണ് നമ്മൾ ഗ്ലോമറുലസ് എന്ന് വിളിക്കുക. ഈ ഗ്ലോമറുലസിലെ കാപ്പില്ലറീസ് എല്ലാം കൂടി ചേർന്നിട്ട് പുറത്തോട്ട് പോകും. ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഇഫറൻ്റ് ആർട്ടീരിയോൾ. ക്ലിയർ അല്ലേ കുട്ടികളെ? സോ ഫസ്റ്റ് പാർട്ട് ഓഫ് നെഫ്രോൺ ഈസ് ഗ്ലോമറുലസ്. വാട്ട് ഈസ് ഗ്ലോമറുലസ്? ടഫ്റ്റ് ഓഫ് capillary formed by afferent arteriole. It joined to form efferent arteriole. സിമ്പിൾ. ഇനി അടുത്ത റീനൽ ട്യൂബ്യൂൾ. റീനൽ ട്യൂബ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇനി അടുത്ത ഭാഗങ്ങൾ മൊത്തം ഫസ്റ്റ് ഒരു ഡബിൾ വാൾഡ് കപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ദിസ് ഈസ് കോൾഡ് ബൗമാൻസ് ക്യാപ്സ്യൂൾ അല്ലേ? അവിടെ മുതലുള്ള ഈ ഭാഗം ബൗമാൻസ് ക്യാപ്സ്യൂൾ ഉണ്ട്, ഡബിൾ വാൾഡ് കപ്പ് ലൈക്ക് സ്ട്രക്ചർ, പിന്നെ ഇങ്ങനെ കൺവല്യൂട്ട് ചെയ്ത് വളഞ്ഞു നിൽക്കുന്ന പ്രോക്സിമൽ അടുത്തുള്ള ഭാഗം, പ്രോക്സിമൽ കൺവല്യൂട്ട് ട്യൂബ്യൂൾ, അടുത്തുള്ള കൺവല്യൂട്ട് ചെയ്ത ഭാഗം. ഇനി എന്താ? ഒരു ലൂപ്പ് ലൈക്ക് പോർഷൻ. ഇതാണ് ഹെൻലീസ് ലൂപ്പ്. ഇറ്റ് ഹാസ് എ ഡിസെൻഡിങ് ആൻഡ് അസെൻഡിങ് ലിംബ്. പിന്നെ എന്താ? ഡിസ്റ്റൽ, ദൂരെ ഇവിടുന്ന് അല്ലേ, ഇതിൻ്റെ അടുത്തുള്ളതാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ്, ഇതിൻ്റെ കുറച്ച് ദൂരെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു കളക്ടിംഗ് ഡക്റ്റ് അല്ലേ? ഇറ്റ് ഈസ് കണക്റ്റഡ് സ്ട്രൈറ്റ് ട്യൂബ് ഏതാ ഇതിലെ? കളക്ടിംഗ് ഡക്റ്റ് ആണ്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു കളക്ടിംഗ് ഡക്റ്റ്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഇത്രയും ഭാഗമാണ് എന്ത്? നമ്മുടെ റീനൽ ട്യൂബ്യൂൾ. ഇനി കളക്ടിംഗ് ഡക്റ്റിൻ്റെ പ്രത്യേകത, പല നെഫ്രോണുകൾ കളക്ടിംഗ് ഡക്റ്റിലേക്ക് കണക്ട് ആയിട്ടുണ്ടാവും. സോ ഒരു സിംഗിൾ നെഫ്രോണിൻ്റെ റീനൽ ട്യൂബ്യൂൾ പറഞ്ഞാൽ അതിൽ കളക്ടിംഗ് ഡക്റ്റ് പെടൂല. കാരണം എന്താ? ഇറ്റ് ഈസ് കോമൺ ഫോർ മെനി നെഫ്രോൺ. ഇനി നോക്ക്, നമ്മുടെ കിഡ്നിയുടെ നമ്മുടെ നെഫ്രോണിൻ്റെ ഇത്രയും ഭാഗങ്ങൾ മെഡുല്ലയിലാണ് ഉണ്ടാവുക. ഈ ഏരിയ ആണ് ഇവിടെ ഉണ്ടാവുക കോർട്ടെക്സിൽ ഉണ്ടാവുക. ഈ ഏരിയ ആണ് കോർട്ടെക്സിൽ ഉണ്ടാവുക. ഈസ് ദാറ്റ് ക്ലിയർ? ഓക്കെ. ഇനി വാട്ട് ഈസ് മാൽപീജിയൻ ബോഡി ഓർ റീനൽ കോർപ്പസൽ? ഒന്നുമില്ല, നമ്മുടെ ഗ്ലോമറുലസും ബൗമാൻസ് ക്യാപ്സ്യൂളും കൂടെ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് മാൽപീജിയൻ ബോഡി അല്ലെങ്കിൽ റീനൽ കോർപ്പസൽ. അവിടെ നമ്മളൊരു ചോദ്യം വരാം, എങ്ങനെ അഫറൻ്റ് ആൻഡ് ഇഫറൻ്റ് ആർട്ടീരിയോളിനെ മനസ്സിലാവുക? നോക്കൂ, അഫറൻ്റ് ആർട്ടീരിയോളിൻ്റെ തിക്നെസ്സും വലിപ്പവും ഒക്കെ കൂടുതലായിരിക്കും വെൻ കമ്പയർഡ് ടു ഇഫറൻ്റ് ആർട്ടീരിയോൾ. കണ്ടോ, അത് ഭയങ്കര നാരോ ആണ് വെൻ കമ്പയർഡ് ടു അഫറൻ്റ് ആർട്ടീരിയോൾ. ഇനി നോക്ക്, നമ്മുടെ ഈ ഇഫറൻ്റ് ആർട്ടീരിയോൾ ഉണ്ടല്ലോ, ഇറ്റ് ഫോം എ കാപ്പില്ലറി നെറ്റ്വർക്ക് അറൗണ്ട് റീനൽ ട്യൂബ്യൂൾ. റീനൽ ട്യൂബ്യൂളിൻ്റെ ചുറ്റും ഒരു കാപ്പില്ലറി നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെരി ട്യൂബുലാർ കാപ്പില്ലറീസ്, PTC, പെരി ട്യൂബുലാർ കാപ്പില്ലറീസ് എന്നാണ് വിളിക്കുക. ഈ പെരി ട്യൂബുലാർ കാപ്പില്ലറിയുടെ ഒരു ബ്രാഞ്ച്, ഒരു ഭാഗം നിങ്ങൾക്ക് ഇങ്ങനെ പാരലായിട്ട്, ഈ ലൂപ്പ് ഓഫ് ഹെൻലിക്ക് പാരലായിട്ട് കാണാൻ പറ്റും. ദാറ്റ് പാർട്ട് ഈസ് കോൾഡ് വാസ റെക്റ്റ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വാസ റെക്റ്റ എന്ന് വിളിക്കുക. ക്ലിയർ അല്ലേ കുട്ടികളെ? നൗ ട്രൈ ടു ആൻസർ ദിസ്. ഇനി അടുത്തത് നെഫ്രോണിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. 2 തരം നെഫ്രോൺ ഉണ്ട്. ചില നെഫ്രോണുകളുടെ ഹെൻലീസ് ലൂപ്പ് ഭയങ്കര ചെറുതായിരിക്കും. അത്തരം നെഫ്രോണുകളെ കോർട്ടിക്കൽ നെഫ്രോൺ എന്നാണ് വിളിക്കുക. ഓക്കെ, ചിലതല്ല, നമ്മുടെ ഒരു 85% നെഫ്രോണുകൾ എന്താണ്? കോർട്ടിക്കൽ നെഫ്രോണുകളാണ്. ദേ ആർ കോൾഡ് കോർട്ടിക്കൽ നെഫ്രോൺ. കോർട്ടിക്കൽ നെഫ്രോൺ. ഇനി ചില നെഫ്രോണുകളുടെ ഹെൻലീസ് ലൂപ്പ് ഭയങ്കര വലുതായിരിക്കും. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജക്സ്റ്റാ മെഡുല്ലറി നെഫ്രോൺസ്. അതൊരു 15% നെഫ്രോണുകൾ ജക്സ്റ്റാ മെഡുല്ലറി ആണ്. ഇവരുടെ ഹെൻലീസ് ലൂപ്പ് വലുതായതുകൊണ്ട് തന്നെ വാസ റെക്റ്റയും ഇവരുടേത് വലുതായിരിക്കും. ഇവരുടെ വാസ റെക്റ്റയും എന്തായിരിക്കും? വലുതായിരിക്കും. ഇവരുടെ ഹെൻലീസ് ലൂപ്പ്
ഗ്രൂപ്പ് ചെറുതാണ്, അധികം മെഡുല്ലയിലേക്ക് നിൽക്കുന്നില്ല അല്ലേ, ഡിപ്പ് ലിറ്റിൽ ഇൻ ടു മെഡുല്ല. ഇവരുടെ വാസാറക്റ്റയും ചെറുതായിരിക്കും, ചിലപ്പോൾ വാസാറക്റ്റ ഉണ്ടാവുകയില്ല. ഇവരുടെ കേസിൽ വാസാറക്റ്റ മേ ബി ആബ്സെൻറ്റ് ഓർ സ്മോൾ, ഞാൻ നെഗറ്റീവ് എന്നിട്ട് ആബ്സെൻറ്റ്, ഒന്നുകിൽ ആബ്സെൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ വളരെ ചെറുതായിരിക്കും. ഇവിടെ വാസാറക്റ്റ അടിപൊളിയായിട്ട് മറ്റിടത്തുണ്ടാകും. ക്ലിയർ ആണല്ലോ, ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് യൂറിൻ ഫോർമേഷൻ ആണ്. യൂറിൻ ഫോർമേഷനിൽ പ്രധാനമായിട്ട് 3 സ്റ്റെപ്പാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, 2 റീ അബ്സോർപ്ഷൻ, 3 ട്യൂബുലാർ സെക്രീഷൻ. പറഞ്ഞേ, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, റീ അബ്സോർപ്ഷൻ, ട്യൂബുലാർ സെക്രീഷൻ. Look, let's talk about glomerular filtration. നമ്മുടെ ഗ്ലോമറുലാർ കാപ്പില്ലറി, ദിസ് ഈസ് ഗ്ലോമറുലാർ കാപ്പില്ലറി, ആ ഗ്ലോമറുലസിൻ്റെ കാപ്പില്ലറിയാണ്. അതിലൂടെ ഏകദേശം 1 മിനിറ്റിൽ 2 കിഡ്നിയിലെയും കൂടെ മൊത്തം ഗ്ലോമറുലസുകളുടെ എല്ലാം കൂടെ കാപ്പില്ലറിയിലൂടെ 1 മിനിറ്റിൽ 1100 to 1200 ml ബ്ലഡ് പമ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ദറ്റ് ഈസ് നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ടിൻ്റെ 1/5 ഓഫ് കാർഡിയാക് ഔട്ട്പുട്ട്. നോക്ക്, 1/5 ഓഫ് കാർഡിയാക് ഔട്ട്പുട്ട് ഇതിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കിഡ്നിയിലേക്ക് ഓരോ മിനിറ്റിലും ഇത്ര ബ്ലഡ് പോകുന്നുണ്ട്. കാർഡിയാക് ഔട്ട്പുട്ടിൻ്റെ 1/5, 1000 to 1200 ml ബ്ലഡ് ഓരോ മിനിറ്റിലും പോകുന്നുണ്ട്. അപ്പോൾ ദ എമൗണ്ട് ഓഫ് ബ്ലഡ് ഫിൽറ്റേർഡ് ബൈ കിഡ്നീസ് ഇൻ എ മിനിറ്റ് ഈക്വൽ ടു 1000 to 1200 ml. എനിവേ, അങ്ങനെ ഈ ബ്ലഡ് ഇതിലൂടെ പോകുന്ന സമയത്ത് ഈ ലെയേഴ്സിലൂടെ, ഏതൊക്കെ ലെയറിലൂടെ നോക്ക്, എൻഡോത്തീലിയം ഓഫ് കാപ്പില്ലറി, ഇവിടെ ബേസ്മെൻറ്റ് ലെയർ ഉണ്ട്, പിന്നെ ഈ സെല്ലുകൾ, നമ്മുടെ ബോമാൻസ് ക്യാപ്സ്യൂളിൻ്റെ സെല്ലുകൾ ഉണ്ടല്ലോ, ദേ ആർ കോൾഡ് പോഡോസൈറ്റ്. ഈ 3 ലെയറിലൂടെ കടന്നിട്ട് വേണം എന്ത് നടക്കാൻ, ഫിൽട്രേഷൻ നടക്കാൻ, അല്ലേ? ഈ 3 ലെയറിലൂടെ കടന്ന് വേണം ഫിൽട്രേഷൻ നടക്കാൻ. ഈ 3 ലെയറിലൂടെ കടന്നിട്ട് ഫിൽട്രേഷൻ നടക്കും. ഇതാ ഇവിടെ ഒരു സ്പേസ് കാണുന്നുണ്ടോ നിങ്ങൾ? ദി സ്പേസ് ഈസ് കോൾഡ് ഫിൽട്രേഷൻ സ്ലിറ്റ് അല്ലെങ്കിൽ സ്ലിറ്റ് പോറ്. ഈ പോഡോസൈറ്റുകളുടെ ഇടയിലുള്ള ഈ സ്പേസ് ആണ് ഫിൽട്രേഷൻ സ്ലിറ്റ് അല്ലെങ്കിൽ സ്ലിറ്റ് പോറ്. എനിവേ, അതിലൂടെ ഒക്കെ കൂടെ കടന്നിട്ട് 3 ലെയർ നമ്മളോട് ചോദിക്കും, ഫിൽട്രേഷൻ മെമ്പറൈന്, ഇതിലൂടെ കടന്നിട്ട് നമ്മുടെ ബ്ലഡിലുള്ള പല മെറ്റീരിയൽസും ഇങ്ങോട്ട് വരും. ഏതൊക്കെ മെറ്റീരിയലാണ് വരിക എന്നറിയോ? ഓൾ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് പ്ലാസ്മ. ബ്ലഡ് പ്ലാസ്മയിലെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസും വരും എക്സെപ്റ്റ് പ്രോട്ടീൻ. സെല്ലുകളൊന്നും വരില്ല, ബ്ലഡിൻ്റെ പ്ലാസ്മയിലെ കോൺസ്റ്റിറ്റ്യുവൻസ് വരിക എക്സെപ്റ്റ് പ്രോട്ടീൻ ഒന്നും വരില്ല. സോ ഒരുപാട് കണ്ടന്റുകൾ ഒന്നിച്ച് വരുന്നുണ്ട് എക്സെപ്റ്റ് പ്രോട്ടീൻ, അല്ലേ? അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ അൾട്രാ ഫിൽട്രേഷൻ എന്നാണ് വിളിക്കുക. അതായത് ഒരുപാട് കണ്ടന്റുകൾ, പ്രോട്ടീൻ ഇല്ലെങ്കിലും ബാക്കി കണ്ടന്റുകളൊക്കെ വരുന്നുണ്ടല്ലോ പ്ലാസ്മയിലെ. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് അൾട്രാ ഫിൽട്രേഷൻ. ഓക്കെ, ആരൊക്കെയാണ് വരിക എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആളുകൾ അൾട്രാ ഫിൽട്രേഷൻ വിളിക്കാൻ കാരണം കുറേ കണ്ടന്റ് ഒന്നിച്ച് വരുന്നുണ്ട്. ഇനി നോക്കൂ, 1 മിനിറ്റിൽ 2 കിഡ്നിയിലെയും കൂടെ ബോമാൻസ് ക്യാപ്സ്യൂളുകളുടെ ഉള്ളിൽ, ഇതിനെ നമ്മൾ ലൂമൻ ഓഫ് ബോമാൻസ് ക്യാപ്സ്യൂൾ എന്ന് വിളിക്കുക, അതിലേക്ക് 1 മിനിറ്റിൽ 2 കിഡ്നിയിലും കൂടെ ഒരുപാട്, ഒരു കിഡ്നിയിൽ 10 ലക്ഷം നെഫ്രോൺ ഉണ്ട്. അപ്പോൾ 10 ലക്ഷം ബോമാൻസ് ക്യാപ്സ്യൂൾ ഉണ്ടാവും. 2 കിഡ്നിയിലൂടെ 20 ലക്ഷം ബോമാൻസ് ക്യാപ്സ്യൂളുകളുടെ ഉള്ളിലേക്ക് 1 മിനിറ്റിൽ എത്തുന്ന ഈ ഒരു ഫിൽട്രേറ്റ് ഉണ്ട്. ഫിൽട്രേഷൻ നടന്നു വരുന്ന ഈ ഫിൽട്രേറ്റ്, ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്, അതിൻ്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ 125 ml ആണ് നമുക്കൊരു മിനിറ്റിൽ കിട്ടുക. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. ക്ലിയർ അല്ലേ? നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരട്ടോ, 1 മിനിറ്റിൽ 1200 ml ബ്ലഡ്, 1100 to 1200 ml ബ്ലഡ് ഈ കിഡ്നികളിലൂടെ പോകുന്നുണ്ടല്ലോ, എന്നിട്ടും 125 ml ഫിൽട്രേറ്റ് ഉണ്ടാവുന്നുള്ളൂ എന്ന് ചോദിക്കൂലേ? എടാ, ഈ ബ്ലഡ് മൊത്തത്തിൽ അങ്ങോട്ട് ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കാൻ പറ്റില്ല, അതിൽ കുറേ കണ്ടന്റുകൾ പോകുന്നുണ്ട്, കുറേയൊക്കെ ബ്ലഡിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ പോകുന്നത് എത്രയാണ്? 1 മിനിറ്റിൽ 125 ml ആണ് ഫിൽട്രേഷൻ നടന്ന് പോകുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ആ ഒരു റേറ്റിനെയാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ 1 മിനിറ്റിൽ 125 ആണെങ്കിൽ ഒരു ദിവസത്തിൽ 180 ലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാവുന്നുണ്ട്. നൗ കംസ് ദ ക്വസ്റ്റ്യൻ, യു ഹാവ് ടു ആൻസർ ഇറ്റ്, റൈറ്റ്? പോസ്. ഓക്കെ, അടുത്താണ് റീ അബ്സോർപ്ഷൻ ആൻഡ് ട്യൂബുലാർ സെക്രേഷൻ. അത് നമുക്ക് ഒന്നിച്ച് പഠിക്കാം. നമുക്കിവിടെ ഒരു ദിവസത്തിൽ 180 ലിറ്റർ ഫിൽട്രേറ്റ് ഉണ്ടാവുന്നുണ്ട് നമ്മൾ പറഞ്ഞു. പക്ഷേ നമ്മൾ ഒരു ദിവസം ഒഴിച്ച് കളയുന്ന യൂറിൻ എത്ര? വെറും 1 to 1.5 ലിറ്ററേ ഒഴിച്ച് കളയുന്നുള്ളൂ. അപ്പോൾ എന്താ, ഈ ഫിൽട്രേറ്റിൻ്റെ നല്ലൊരു ശതമാനവും റീ അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. ആ റീ അബ്സോർപ്ഷൻ എവിടെ നിന്നൊക്കെയാണ് നടക്കുന്നത്? പ്രധാനമായ റീ അബ്സോർപ്ഷൻ PCTയിൽ നിന്നാണ്. യു ക്യാൻ സി ഓൾ ന്യൂട്രിയൻസ്, 100% ന്യൂട്രിയൻസും എവിടെ നിന്നാണ് റീ അബ്സോർബ് ആവുന്ന മക്കളെ? PCTയിൽ നിന്നാണ് ഓൾ ന്യൂട്രിയൻസ്. പിന്നെയോ 70 to 80% ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ്, വാട്ടറും അയോണുകളും ഇവിടെ നിന്നാണ്. അപ്പോൾ മാക്സിമം റീ അബ്സോർപ്ഷൻ PCTയിൽ നടക്കുന്നുണ്ട്. ഇനി ഹെൻലീസ് ലൂപ്പിൻ്റെ ഡിസെൻഡിങ് ലിംബിൽ നിന്ന് വാട്ടർ മാത്രമേ റീ അബ്സോർബ് ആവുക, കാരണം അത് വാട്ടറിനെ മാത്രമേ കടത്തി വിടുള്ളൂ. അസെൻഡിങ് ലിംബിൽ നിന്ന് അയോൺസ് മാത്രമാണ് റീ അബ്സോർബ് ആവുക, ബിക്കോസ് ഇത് അയോണിനെ മാത്രമേ കടത്തി വിടുള്ളൂ. ഇനി അടുത്താണ് DCTയിൽ പ്രധാനമായിട്ടും നടക്കുന്നത്, DCT പല പരിപാടിയുണ്ട്, പക്ഷെ പ്രധാനപ്പെട്ട റീ അബ്സോർപ്ഷൻ എന്താ അറിയോ? കണ്ടീഷണൽ റീ അബ്സോർപ്ഷൻ ഓഫ് Na+ ആൻഡ് വാട്ടർ. എന്താ, നമ്മുടെ ബോഡിക്ക് Na+ഉം വാട്ടറും കുറേ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നന്നായിട്ട് റീ അബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ അത്ര റീ അബ്സോർബ് ചെയ്യൂല. കുറച്ച് ഞാൻ പഠിപ്പിച്ചത് എങ്ങനെയാണെന്ന്. അതാണ് ഇവിടെ നടക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി കളക്ടിങ് ഡക്ട്, അവിടുന്ന് അത്യാവശ്യം വെള്ളത്തിൻ്റെ റീ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് റീ അബ്സോർപ്ഷൻ. ഒരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മുടെ കളക്ടിങ് ഡക്റ്റിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ കുറച്ച് യൂറിയ റീ അബ്സോർബ് ആവുന്നുണ്ട്, കുറച്ച് എമൗണ്ട് ഓഫ് യൂറിയ. അതിന് ബോഡിക്ക് യൂറിയ ആവശ്യമുണ്ടോ? ഇല്ല.
പക്ഷേ കുറച്ച് അബ്സോർബ് ആവുന്നുണ്ട്. അതിന് വേറെ ചില പർപ്പസ് ഉണ്ട്, ഞാൻ പിന്നീട് പറഞ്ഞുതരാം. പക്ഷേ ആ യൂറിയനെ ഇവിടെ നിർത്തൂല, അത് റീഅബ്സോർബ് ആവുന്നതിനനുസരിച്ച് വീണ്ടും നമ്മുടെ ഹെൻലീസ് ലൂപ്പിൻ്റെ അസെൻഡിങ് ലിംബ് ഉണ്ടല്ലോ, അതിനൊരു തിൻ പോർഷൻ ഉണ്ട്, ആ തിൻ പോർഷനിലേക്ക് കയറ്റി വിടും. അപ്പോൾ അതിങ്ങനെ അബ്സോർബ് ആവുന്നതിനനുസരിച്ച് വീണ്ടും ഉള്ളിലേക്ക് കയറി പുറം തള്ളപ്പെട്ടോളും. അപ്പോൾ അതിങ്ങനെ ഒരു സൈക്കിൾ പോലെ ഇവിടുന്ന് അബ്സോർബ് ആവുക, എന്നിട്ട് അതിനനുസരിച്ച് ഇങ്ങനെ പുറം തള്ളുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കും. അതിന് കാരണം കാരണം ഇപ്പോൾ തന്നെ പറഞ്ഞത് നമ്മുടെ ഇൻഡർസ്റ്റീഷ്യ ഉണ്ടല്ലോ, സ്പേസ് ബിറ്റ്വീൻ നെഫ്രോൺ, അവിടെ നമുക്ക് കുറച്ച് യൂറിയ ആവശ്യമുണ്ട്. എന്തിനാണെന്നറിയോ? അവിടെ നമുക്ക് നല്ലൊരു കോൺസെൻട്രേഷൻ സൃഷ്ടിക്കേണ്ടതുണ്ട്, ഒരു ഹൈ കോൺസെൻട്രേഷൻ. എപ്പോഴും കോൺസെൻട്രേഷൻ ഉണ്ടാവുക ഒരു സൊല്യൂഷനിൽ സൊല്യൂട്ട് നന്നായിട്ട് വരുമ്പോൾ. അപ്പോൾ ഈ ഏരിയയിൽ മാത്രം നമുക്ക് കുറച്ചധികം സൊല്യൂട്ട് നിൽക്കേണ്ടതുണ്ട്. ഇവിടെ അല്ല, ഈ താഴെയുള്ള ഏരിയ കണ്ടോ, ഇവിടെ നമുക്ക് കുറച്ചധികം സൊല്യൂട്ട് വേണം, ഇവിടെ ഒരു കോൺസെൻട്രേഷൻ സൃഷ്ടിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി കുറച്ച് യൂറിയനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. എനിവേ ദീസ് ആർ ഓൾ അബൌട്ട് റീഅബ്സോർപ്ഷൻ. ഇനി അടുത്ത ട്യൂബുലാർ സെക്രീഷൻ. നമ്മുടെ ബോഡിക്ക് അയോണിക് ബാലൻസ്, ആസിഡ് ബേസ് ബാലൻസ്, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നെഫ്രോണ് പല കാര്യങ്ങളെയും സെക്രീറ്റ് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. പി സി ടിയിലെ സെക്രീഷൻ മക്കൾ നോക്കിക്കേ, H+ൻ്റെയും NH3യുടെയും സെക്രീഷനാണ് പി സി ടിയിൽ നടക്കുന്നത്. നമ്മുടെ ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. അതിന് ഈ മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ ഒരാൾ റീഅബ്സോർബ് കൂടെ ചെയ്യുന്നുണ്ട്, HCO3-. അപ്പോൾ പി സി ടി ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് H+നെയും NH3നെയും റിലീസ് ചെയ്യുന്നു, HCO3- അബ്സോർബ് ചെയ്യുന്നു. എനിവേ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് H+നെയും NH3നെയും. ഇതേപോലെ ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ DCTയും എന്താവുന്നുണ്ട്, ആരൊക്കെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് നോക്ക്. ഇതിലേക്ക് സെക്രീറ്റ് ചെയ്ത് ഒഴിവാക്കുകയാണ് യൂറിനിലൂടെ പോകാൻ വേണ്ടി. H+നെയും NH3നെയും മാത്രമല്ല K+നെ കൂടെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അയാളും അബ്സോർബ് ചെയ്യുന്നുണ്ട്. ആരെ അബ്സോർബ് ചെയ്യും? HCO3- അബ്സോർബ് ചെയ്യും, ബൈകാർബണേറ്റിനെ. മറ്റേ ആളുകളെ സെക്രീറ്റ് ചെയ്യും. അങ്ങനെ ആസിഡ് ബേസ് ആൻഡ് K+നെ എന്തിനെ സെക്രീറ്റ് ചെയ്യുന്നത്? അയോണിക് ബാലൻസ്. H+ഉം NH3യും ആസിഡ് ബേസ് ബാലൻസ്. അപ്പോൾ ഈ പരിപാടി ഇയാളും ചെയ്യുന്നുണ്ട്. നമ്മുടെ കളക്ടിങ് ഡക്റ്റ് നോക്ക്, അവിടെയും H+ൻ്റെയും K+ൻ്റെയും സെക്രീഷൻ വരുന്നുണ്ട്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ. അപ്പോൾ മാക്സിമം റീഅബ്സോർപ്ഷൻ എവിടെ നിന്നായിരിക്കും നടക്കുന്നത് നോക്ക്? പി സി ടിയിലാണ്. നമ്മൾ പഠിച്ചാണല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് മെക്കാനിസം ഓഫ് ഓക്കെ, ഇത് നിങ്ങളോട് ഞാൻ പറയാത്തൊരു കോൺസെപ്റ്റാണ്, ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞുതരാം. ഓക്കെ. ലുക്ക്, നൈട്രോജീനസ് വേസ്റ്റ്, അതായത് യൂറിയനെ കുറച്ച് റീഅബ്സോർബ് ചെയ്യുന്നുണ്ടല്ലോ, അത് പാസീവ് ട്രാൻസ്പോർട്ട് വഴിയാട്ടോ, എനർജി ഒന്നും യൂസ് ചെയ്യാതെയാണ് റീഅബ്സോർബ് ചെയ്യുന്നത്. വെള്ളത്തിൻ്റെ അബ്സോർപ്ഷൻ ഓസ്മോസിസ് എന്ന് പറയുന്ന സിമ്പിൾ ഡിഫ്യൂഷനാണ്. വെള്ളത്തിൻ്റെ സിമ്പിൾ ഡിഫ്യൂഷൻ ഓസ്മോസിസ് എന്ന് വിളിക്കുക, അതിലൂടെയാണ് നടക്കുന്നത്. ഇനി സോഡിയം, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ഇതെല്ലാം ഡിഫ്യൂഷൻ അല്ല, ഇതെല്ലാം ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ് റീഅബ്സോർബ് ചെയ്യപ്പെടുന്നത്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, എനർജി ഉപയോഗിച്ചിട്ടാണ്. നൈട്രോജനസ് വേസ്റ്റ് പാസീവാണ്, വെള്ളം ഓസ്മോസിസിലൂടെ പാസീവായിട്ടാണ്. സോഡിയം, ഗ്ലൂക്കോസ് ആൻഡ് അമിനോ ആസിഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെ എനർജി ഉപയോഗിച്ചിട്ടാണ് റീഅബ്സോർബ് ചെയ്യുന്നത്. അടുത്തത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ബട്ട് യു വിൽ സ്റ്റഡി ഇൻ 2 minutes. ദറ്റ് ഈസ് കൗണ്ടർ കറണ്ട് സിസ്റ്റം. ദറ്റ് ഈസ് മെക്കാനിസം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് യൂറിൻ. നോക്കടാ, നമ്മുടെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൻ്റെ ഓസ്മോളാരിറ്റി, അതിൻ്റെ കോൺസെൻട്രേഷൻ നോക്കിയാൽ 300 മില്ലി ഓസ്മോളാണ്. നമ്മുടെ ബ്ലഡിൻ്റെ അതേ കോൺസെൻട്രേഷനാണ്. ഇറ്റ് ഈസ് ഐസോട്ടോണിക് വിത്ത് ബ്ലഡിൻ്റെ അതേ കോൺസെൻട്രേഷനാണ്. ഇനി പി സി ടിയിൽ നിന്ന് ഇവിടെ എത്തുന്ന ഫ്ലൂയിഡ്, അതും 300 മില്ലി ഓസ്മോളാണ് ഉണ്ടാവുക. ഓക്കെ. പി സി ടിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞാലും ഓസ്മോളാരിറ്റി വലിയ ചേഞ്ച് ഉണ്ടാവില്ല. ഇനി ഡി സി ടിയുടെ എൻഡിലേക്ക് എത്തുമ്പോൾ ഓസ്മോളാരിറ്റി കുറച്ച് കുറഞ്ഞിട്ട് 200 മില്ലി ഓസ്മോളായിട്ട് മാറും, വീണ്ടും ഡയലൂട്ട് ആവും. പക്ഷേ കളക്ടിങ് ഡക്റ്റിലൂടെ പോയി പുറത്തോട്ട് വരുന്ന യൂറിൻ ഉണ്ടല്ലോ, പലപ്പോഴും നമുക്ക് 1200 മില്ലി ഓസ്മോളുള്ള യൂറിൻ വരെ ഒഴിക്കാൻ പറ്റും. സോ വി ക്യാൻ പ്രൊഡ്യൂസ് എ യൂറിൻ വിച്ച് ഈസ് 4 times കോൺസെൻട്രേറ്റഡ് ദാൻ ഇനീഷ്യൽ ഫിൽട്രേറ്റ്. ഈ ഇനീഷ്യൽ ഫിൽട്രേറ്റിൻ്റെ 4 ഇരട്ടി കോൺസെൻട്രേറ്റഡ് ആയ യൂറിൻ ഉണ്ടാക്കാനുള്ള കാപ്പബിലിറ്റി നമുക്കുണ്ട്. നമ്മൾ എപ്പോഴൊന്നും ഉണ്ടാക്കില്ല, ബട്ട് വി ഹാവ് ദാറ്റ് കപ്പാസിറ്റി. അതെങ്ങനെയാണ് നടക്കുന്നത് അറിയോ? ഇറ്റ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കൗണ്ടർ കറണ്ട് മെക്കാനിസം. കൗണ്ടർ കറണ്ട് മെക്കാനിസം കേട്ടോ. ആരുടെ സഹായത്തോടെയാണ്? ഇറ്റ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കൗണ്ടർ കറണ്ട് മെക്കാനിസം. ആരുടെ സഹായത്തോടെയാണ്? കൗണ്ടർ കറണ്ട് മെക്കാനിസത്തിൻ്റെ സഹായത്തോടെ. വാട്ട് ഈസ് കൗണ്ടർ കറണ്ട്? ഒന്നുമില്ല, നമ്മുടെ ഹെൻലീസ് ലൂപ്പിൻ്റെ 2 ലിംബിലൂടെ ഫ്ലൂയിഡ് പോകുന്ന ഡയറക്ഷൻ നോക്ക് നിങ്ങൾ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്, കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ. അപ്പോൾ ഇതൊരു കൗണ്ടർ കറണ്ടാണ്. ഹെൻലീസ് ലൂപ്പിലൂടെ ഈ ഫിൽട്രേറ്റ് പോകുന്നത് കൗണ്ടർ കറണ്ട് പാറ്റേണിലാണ്. ഇനി ഇത് വാസാറക്റ്റയാണ്. വാസാറക്റ്റയിലൂടെ ബ്ലഡ് പോകുന്നത് എന്താണ്? കൗണ്ടർ കറണ്ട് പാറ്റേണിലാണ്. അപ്പോൾ 2 കൗണ്ടർ കറണ്ടുകൾ ഒന്നിച്ച് നിൽക്കുന്ന ഈ സിസ്റ്റത്തെയാണ് കൗണ്ടർ കറണ്ട് സിസ്റ്റം എന്ന് വിളിക്കുക. വാട്ട് ഈസ് കൗണ്ടർ കറണ്ട് സിസ്റ്റം? ഹെൻലീസ് ലൂപ്പ് ഈസ് എ കൗണ്ടർ കറണ്ട് ഫ്ലോ. Vasaracta also have counter current flow, so they both together form counter current system. അത്ര പഠിച്ചാൽ മതി. Now what is the function of counter current system? ഈ സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഈ ഇൻ്റർസ്റ്റീഷ്യത്തിൽ ഒരു കോൺസെൻട്രേഷൻ വ്യത്യാസം സൃഷ്ടിക്കുന്നു. അതായത് ഇൻ്റർസ്റ്റീഷ്യത്തിൻ്റെ മുകൾ ഭാഗത്ത് നോക്കൂ മക്കളെ, ഇവിടെ നമുക്ക് ഇപ്പോൾ ഇവിടെ ഐ എം സോറി കളർ ഒന്ന് മാറ്റട്ടെ.
ഓക്കെ, ഇത് കോർട്ടെക്സ് ആണ്, ഇത് മെഡുല്ലയാണ്. കോർട്ടെക്സിൻ്റെ ഇൻ്റർസ്റ്റീഷ്യത്തിൽ വെക്കുമ്പോൾ 300 മില്ലി ഓസ്മോൾ ആണെങ്കിൽ മെഡുല്ലയുടെ അടിയിലേക്ക് വരുമ്പോൾ 1200 മില്ലി ഓസ്മോൾ ആണ്. അപ്പോൾ താഴോട്ടേക്ക് കോൺസെൻട്രേഷൻ കൂടുന്ന ഒരു ഗ്രേഡിയൻ്റ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. അതിന് ഈ കൗണ്ടർ കറണ്ട് സിസ്റ്റം സഹായിക്കുന്നു. എനിവേ കോൺസെൻട്രേഷൻ ഉണ്ടാവണമെങ്കിൽ അവിടെ സൊല്യൂട്ട് വേണം അല്ലേ? ആരൊക്കെയാണ് ഇവിടുത്തെ സൊല്യൂട്ട്? ഏതൊക്കെ സൊല്യൂട്ടുകളാണ് ഈ കോൺസെൻട്രേഷൻ ഗ്രേഡിന് ഉണ്ടാവാൻ നമ്മളെ പ്രധാനമായിട്ടും സഹായിക്കുന്നത്? ഒരാളെ സാറ് നേരത്തെ പഠിപ്പിച്ചിരുന്നു. ഇവിടുന്ന് ആര് വരുന്നുണ്ട്? യൂറിയ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവിടുന്ന് വരുന്ന ഒരാളുടെ NaCl. അപ്പോൾ NaCl-ഉം യൂറിയയുമാണ് മെയിൻ സൊല്യൂട്ട് റെസ്പോൺസിബിൾ ഫോർ ദിസ് ഗ്രേഡിയൻറ്റ്. താഴോട്ടേക്ക് വരുമ്പോൾ കോൺസെൻട്രേഷൻ കൂടാനുള്ള കാരണം ഇവരുടെ പ്രസൻസ് ആണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ഈ കൗണ്ടർ കറണ്ട് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ. ഇനി ഇവിടെ നിങ്ങളോട് ചോദിക്കാം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ചോദിച്ചാൽ, സിമ്പിളായിട്ട് നിങ്ങളെ നേരത്തെ ഞാൻ പഠിപ്പിച്ചെന്നുണ്ട്. അസെൻഡിങ് ലിംബ് ഓഫ് എൻലീസ് ലൂപ്പ് ആരെയാ പുറത്തേക്ക് വിടുക? അസെൻഡിങ് ലിംബ് ഓഫ് എൻലീസ് ലൂപ്പിൽ നിന്ന് ആരുടെ റീഅബ്സോർപ്ഷൻ ആണ് നടക്കുക മക്കളെ? ആരുടെ റീഅബ്സോർപ്ഷൻ ആണ് അസെൻഡിങ് ലിംബ് ഓഫ് എൻലീസ് ലൂപ്പിൽ നിന്ന് നടക്കുക? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് അയോണുകളാണ് അല്ലേ? Na+ന്റെ റീഅബ്സോർപ്ഷൻ അല്ലെങ്കിൽ NaCl-ന്റെ റീഅബ്സോർപ്ഷൻ ആണ് അസെൻഡിങ് ലിംബിൽ നിന്ന് നടക്കുക. ആ NaC അപ്പോൾ അസെൻഡിങ് ലിംബിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇൻ്റർസ്റ്റീഷ്യത്തിലേക്ക് ആര് പോകുന്നു? NaCl പോകുന്നു അല്ലേ? ആ NaCl-നെ വാസാറക്റ്റ വലിച്ചെടുക്കാറുണ്ട്. ഉള്ളിലേക്ക് വാസാറക്റ്റ എടുക്കും. എന്നിട്ട് വാസാറക്റ്റ പകരം ഇങ്ങോട്ടേക്ക് വെള്ളത്തിനെ കൊടുക്കും. ക്ലിയർ ആണോ? ഇനി ഡിസെൻഡിങ് ലിംബിനെ കുറിച്ച് മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡിസെൻഡിങ് ലിംബിൽ നിന്ന് ആരുടെ റീഅബ്സോർപ്ഷനാണ് നടക്കുക? വാട്ടറിൻ്റെ. ഡിസെൻഡിങ്ങിൽ നിന്ന് വാട്ടർ ഇൻ്റർസ്റ്റീഷ്യത്തിലേക്ക് വരും. നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ? ആ വാട്ടർ നേരെ വാസാറക്റ്റയിലേക്ക് കയറിപ്പോകും. അപ്പോൾ വാസാറക്റ്റ് എന്താ ചെയ്യാന്നറിയോ? ഇവിടെ ഉള്ളിലേക്ക് എടുത്ത് NaCl-നെ വാസാറക്റ്റ് ഇവിടെ നേരെ പുറത്തോട്ട് കൊടുക്കും. വാസാറക്റ്റ് ഇവിടെ എത്തുമ്പോൾ നേരെ പുറത്തോട്ട് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം നിങ്ങൾ കാണാൻ പഠിച്ചാൽ മതി. ഒന്നുമില്ല, നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി. അതായത് ഇവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇവിടെ ഇങ്ങോട്ടേക്ക് NaCl അയോണുകൾ വരുന്നു പഠിച്ചില്ലേ? ശരി, ആ വരുന്ന അയോൺ വാസാറക്റ്റിലേക്ക് കയറിപ്പോകും. വാസാറക്റ്റ് അയോണിനെ ഇവിടെ കൊടുത്തിട്ട് പുറന്തള്ളും. ഇത് വാസാറക്റ്റയുടെ അസെൻഡിങ് ലിംബാണ്, ഇത് വാസാറക്റ്റയുടെ ഡിസെൻഡിങ് ലിംബ. അപ്പോൾ NaCl എൻ്റർ ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസാറക്റ്റ. ഇറ്റ് ട്രാൻസ്പോർട്ടഡ് ടു ഇൻ്റർസ്റ്റീഷൻ ബൈ അസെൻഡിങ് ലിംബ് ഓഫ് വാസാറക്റ്റ. ഇനി വെള്ളം ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസാറക്റ്റിൽ നിന്ന് പുറത്തോട്ട് വരുന്നു. അസെൻഡിങ് ലിംബ് ഓഫ് വാസാറക്റ്റ് വെള്ളത്തിനെ ഉള്ളിലേക്ക് എടുക്കുന്നു. നേരെ ഓപ്പോസിറ്റ് പ്രവർത്തിക്കുന്നു പഠിച്ചാൽ മതി. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ ശ്രമിച്ചു നോക്കി, യു വിൽ ഗെറ്റ് ദ ആൻസർ. ട്രൈ, യു വിൽ ഗെറ്റ് ഇറ്റ്. ഓക്കെ, ഇനി അടുത്തത് റെഗുലേഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷൻ. ഇതുകൂടെ കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഭാഗം കഴിഞ്ഞു കേട്ടോ. ഓക്കെ, സോ ലുക്ക്, നമ്മുടെ ബോഡിയിൽ 3 തരത്തിൽ കിഡ്നി ഫംഗ്ഷൻ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. ആദ്യത്തേതാണ് ADH റെഗുലേഷൻ. നോക്ക്, നമ്മുടെ ബോഡിയിൽ ബ്ലഡിൻ്റെ ലോസ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡിൻ്റെ ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ ബോഡിയിലെ വെള്ളത്തിൻ്റെ അളവ് കുറയും അല്ലേ? ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ് എന്തായാലും എങ്ങനെയായാലും വേണ്ടിയില്ല, ബ്ലഡ് ഈസ് എ ബോഡി ഫ്ലൂയിഡ് റൈറ്റ്. ഇനിയിപ്പോൾ അത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓസ്മോ റിസെപ്റ്റേഴ്സ് ആക്ടിവേറ്റഡ് ആവും. ആരെ ആക്ടിവേറ്റഡ് ആവും? ഓസ്മോ റിസെപ്റ്റേഴ്സ്. അവർ നേരെ ഹൈപ്പോ തലാമസിന് സിഗ്നൽ കൊടുക്കും. ഹൈപ്പോ തലാമസ് സിഗ്നലിനെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ ന്യൂറോ ഹൈപ്പോഫൈസിസിന് കൊടുക്കും. അങ്ങനെ കൊടുത്താൽ ന്യൂറോ ഹൈപ്പോഫൈസിസ് വിൽ സെക്രീറ്റ് ADH. ആരെ സെക്രീറ്റ് ചെയ്യും മക്കളെ? ADH-നെ സെക്രീറ്റ് ചെയ്യും. ADH-ന് 2 പണിയാണ്. ഇറ്റ് ഇൻക്രീസ് വാട്ടർ റീഅബ്സോർപ്ഷൻ ഫ്രം DCT ആൻഡ് കളക്ടിംഗ് ഡക്ട്. DCT-ൽ നിന്നും കളക്ടിംഗ് ഡക്റ്റിൽ നിന്നുള്ള വാട്ടർ റീഅബ്സോർപ്ഷൻ ഇയാൾ കൂട്ടും. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ DCT-ൽ നിന്നും കളക്ടിംഗ് ഡക്റ്റിൽ നിന്നും വെള്ളം റീഅബ്സോർബ് ആവണമെങ്കിൽ, നന്നായി ശ്രദ്ധിച്ചോ, DCT-ൽ നിന്നും കളക്ടിംഗ് ഡക്റ്റിൽ നിന്നും വെള്ളം റീഅബ്സോർബ് ആവണമെങ്കിൽ നമുക്ക് ശരിക്കും ADH വേണം. ADH ഉണ്ടെങ്കിലേ റീഅബ്സോർബ് ആവുള്ളൂ. കീപ്പ് ഇൻ മൈൻഡ്. ഓക്കെ, ADH ഉണ്ടെങ്കിൽ മാത്രമേ റീഅബ്സോർബ് ആവുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു, ഐ ആം റിയലി സോറി. നമ്മൾ പറഞ്ഞു ഈ കൗണ്ടർ കറണ്ട് മെക്കാനിസം വർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഉണ്ടാവുന്നു അല്ലേ? എന്തിനാണ് നമുക്ക് ആ ഗ്രേഡിയൻ്റ് എന്ന് അറിയോ? ആ ഗ്രേഡിയൻറ്റിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ വെള്ളത്തിൻ്റെ റീഅബ്സോർപ്ഷൻ നടത്തുന്നത്. കളക്ടിംഗ് ഡക്റ്റിൽ നിന്ന് വെള്ളത്തെ റീഅബ്സോർബ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കൗണ്ടർ കറണ്ട് സിസ്റ്റം വേണം. അപ്പോൾ കൗണ്ടർ കറണ്ട് സിസ്റ്റം എന്താണെന്ന് പഠിച്ചു, അത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പഠിച്ചു. ദെൻ അതിൻ്റെ ഫംഗ്ഷൻ എന്താ? ഗ്രേഡിയൻ്റ് ഉണ്ടാക്കുക. എന്തിനാ ഗ്രേഡിയൻ്റ്? ടു റീഅബ്സോർബ് വാട്ടർ ഫ്രം കളക്ടിംഗ് ഡക്റ്റ് കേട്ടോ. കളക്ടിംഗ് ഡക്റ്റിൽ നിന്ന് വെള്ളത്തെ റീഅബ്സോർബ് ചെയ്യണമെങ്കിൽ ഈ ഗ്രേഡിയൻ്റ് ഇവിടെ വേണം. അതിൻ്റെ സഹായത്തോടെ കളക്ടിംഗ് ഡക്റ്റിൽ നിന്ന് വെള്ളത്തെ റീഅബ്സോർബ് ചെയ്യുന്നു. അങ്ങനെയാണ് യൂറിൻ കോൺസെൻട്രേറ്റഡ് ആവുന്നത്. എനിവേ, നമ്മുടെ ബോഡിയിൽ ഇനി കം ഹിയർ, നമ്മുടെ ബോഡിയിൽ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാൽ ഓസ്മോ റിസെപ്റ്റർ ആക്റ്റീവ് ആവുന്നു. ഹൈപ്പോതലാമസിന് സിഗ്നൽ കിട്ടുന്നു. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് സിഗ്നൽ എത്തുന്നു. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ADH-നെ ഉണ്ടാക്കുന്നു. ADH ഇവിടെ വന്നിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഈ വാട്ടർ റീഅബ്സോർപ്ഷൻ നന്നായിട്ട് തന്നെ നടക്കും. അങ്ങനെ നന്നായിട്ട് നടക്കുമ്പോഴാണ് നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ ഉണ്ടാക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റഡ് യൂറിൻ ഉണ്ടാക്കും. യൂറിനിലെ വെള്ളത്തിൻ്റെ അളവ് കുറയും. നമ്മുടെ ബോഡിയിൽ വെള്ളം മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇയാൾ അത് മാത്രമല്ല ചെയ്യുന്നത്, ഇയാളുടെ വേറൊരു പേരാണ് വാസോപ്രസിൻ. ADH-ന്റെ വേറെ പേര് നിങ്ങൾ പഠിച്ചില്ലേ? വാസോപ്രസിൻ. പ്രസിൻ മീൻസ് കൺട്രാക്ഷൻ. ഇയാൾ നമ്മുടെ ബ്ലഡ് വെസലിനെ കൺട്രാക്ട് ചെയ്യും, കൺസ്ട്രിക്റ്റ് ചെയ്യും. സോ ദെർബൈ ഇൻക്രീസ് അവർ BP. നമ്മുടെ BP ഇയാൾ കൂട്ടും. നമ്മുടെ BP കൂടിയ ഗ്ലോമറുലാർ ഫിൽട്രേഷനും കൂടും കേട്ടോ. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ്റെ കാരണം തന്നെ ബ്ലഡ് പ്രഷറാണ്. സോ വെൻ BP ഇൻക്രീസസ്, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ഓൾസോ ഇൻക്രീസസ്. GFR-ഉം കൂടും. ഇനി നമ്മുടെ ബോഡി ഫ്ലൂയിഡിൻ്റെ ലെവൽ നോർമൽ ആയി കഴിഞ്ഞാൽ ഓസ്മോ റിസെപ്റ്റേഴ്സ് സ്വിച്ച് ഓഫ് ആവും. അപ്പോൾ ഈ പരിപാടിയൊക്കെ നിൽക്കും. അപ്പോൾ നമുക്ക് വിശദമായിട്ട് ഞാൻ പറയുന്നത് സിമ്പിളായിട്ടാണ് പറഞ്ഞു പോകുന്നത്. വിശദമായിട്ട് നമുക്ക് വേറെ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നൗ ട്രൈ ടു ആൻസർ ദിസ്. ഓക്കെ.
നെക്സ്റ്റ് അടുത്തതാണ് കുട്ടികളെ ജെ ജി എന്ന് പറഞ്ഞാൽ ജെക്സ്ട്രാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് ആണ്. നോക്ക്, നമ്മുടെ GFR കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയുടെ ഉള്ളിൽ ജെക്സ്ട്രാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒന്നുമില്ല, നമ്മുടെ അഫറൻറ്റ് ആർട്ടീരിയോളും അതുപോലെ തന്നെ ഗ്ലോമറുലസും കൂടെ കോണ്ടാക്റ്റിൽ വരുന്ന നമ്മുടെ അഫറൻറ്റ് ആർട്ടീരിയോളും DCTയും കൂടെ കോണ്ടാക്റ്റിൽ വരുന്നൊരു പോയിന്റ് ഉണ്ട് നമ്മുടെ നെഫ്രോണിൽ. നമ്മൾ നെഫ്രോണിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ നോക്കിയാലേ മനസ്സിലാവുള്ളൂ. നമ്മൾ സിമ്പിൾ ഡയഗ്രാം പഠിച്ചിട്ടുള്ളത്, പക്ഷേ നെഫ്രോൺ കറക്റ്റ് ഇങ്ങനെ നമ്മൾ വരച്ച പോലെ ഇരിക്കുമൊന്നുമല്ല, വളഞ്ഞു പൊളഞ്ഞൊക്കെ ഇരിക്കുന്നത്. അവിടെ അഫറൻറ്റ് ആർട്ടീരിയോളും DCTയും കൂടെ കോണ്ടാക്റ്റിൽ വരുന്നൊരു കോണ്ടാക്റ്റ് പോയിന്റ് ഉണ്ട്. ഇത് അഫറൻറ്റ് ആർട്ടീരിയോൾ, ഇത് DCT, രണ്ടും കൂടെ കോണ്ടാക്റ്റിൽ വരുന്ന പോയിന്റ് ഉണ്ട്. ആ കോണ്ടാക്റ്റ് പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജെക്സ്ട്രാ ഗ്ലോമറുലാർ അപ്പാരറ്റസ്. എനിവേ, നമ്മുടെ GFR കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ജെക്സ്ട്രാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് ആക്ടിവേറ്റഡ് ആകും. അയാൾ റെനിൻ എന്ന് പറയുന്ന ഒരാളെ ഉണ്ടാക്കും. എന്താ ഉണ്ടാക്കുക? അയാൾ റെനിൻ എന്ന് പറയുന്ന ആളെ ഉണ്ടാക്കും. റെനിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നറിയോ? നമ്മുടെ ബ്ലഡിലേക്ക് ലിവർ ആൻജിയോടെൻസിനോജൻ എന്ന് പറഞ്ഞ ഒരാളെ വിടുന്നുണ്ട്. ആ ആൻജിയോടെൻസിനോജനെ റെനിൻ ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റും. എന്താക്കി മാറ്റും? ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റും. ആ ആൻജിയോടെൻസിൻ 1നെ പിന്നീട് നമ്മുടെ ലെങ്ങിൽ നിന്ന് വരുന്നൊരു എൻസൈം ഉണ്ട്, ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം. അയാളുടെ പേരാണ് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം. അയാളുടെ സഹായത്തോടെ ആൻജിയോടെൻസിൻ 1 പിന്നീട് ആൻജിയോടെൻസിൻ 2 ആയിട്ട് മാറും. നന്നായി ശ്രദ്ധിച്ചോ, GFR കുറഞ്ഞാൽ ജെക്സ്ട്രാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് അതെന്താണെന്ന് നമ്മൾ പഠിച്ചു. അയാൾ റെനിൻ ഉണ്ടാക്കും. റെനിൻ നമ്മുടെ ബ്ലഡിൽ ഓൾറെഡി ഉള്ള ആളാണ് ആൻജിയോടെൻസിനോജൻ. ബ്ലഡിലേക്ക് ആരതിനെ പറഞ്ഞേക്കുക? ലിവർ. ആ ആൻജിയോടെൻസിനോജനെ റെനിൻ ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റും. ആ ആൻജിയോടെൻസിൻ 1 പിന്നീട് ആൻജിയോടെൻസിൻ 2 ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഈ ആൻജിയോടെൻസിൻ 2 ഉണ്ടല്ലോ, അയാൾക്ക് 2 ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന്, അയാൾ അഡ്രിനൽ ഗ്ലാൻഡിനെ കൊണ്ട് ആൽഡോസ്റ്റിറോൺ ഉണ്ടാക്കിപ്പിക്കും. ഈ ആൽഡോസ്റ്റിറോൺ NaClൻ്റെയും H2Oൻ്റെയും റീ അബ്സോർപ്ഷൻ, Na+ൻ്റെയും H2Oൻ്റെയും റീ അബ്സോർപ്ഷനെ കൂട്ടും. വാട്ടർ ആൻഡ് NaClൻ്റെ അബ്സോർപ്ഷൻ Na+ൻ്റെ അബ്സോർപ്ഷനെ കൂട്ടും. മെയിൻലി DCTയിൽ പോയി ആക്ട് ചെയ്യും, ഓൾസോ കളക്ടിങ് ഡക്റ്റ്. ഈ 2 സ്ഥലത്തും ഈ ആൽഡോസ്റ്റിറോൺ ആക്ട് ചെയ്തിട്ട് Na+ൻ്റെയും വാട്ടറിൻ്റെയും റീ അബ്സോർപ്ഷൻ ഇയാൾ കൂട്ടും. ഇനി ആൻജിയോടെൻസിൻ 2 പോയിട്ട് രക്തക്കോയിലുകളിൽ ആക്ട് ചെയ്യും. അപ്പോൾ വാസോ കൺസ്ട്രക്ഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ BP കൂടും, GFR കൂടും. അപ്പോൾ 2 കാര്യമാണ്, Na+ ആൻഡ് വാട്ടർ റീ അബ്സോർപ്ഷൻ കൂടുന്നു, BP കൂടുന്നു, അതുവഴി GFR കൂടുന്നു. 2 കാര്യങ്ങൾ സംഭവിക്കുന്നു. അടുത്താണ് അട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ. നിങ്ങളുടെ BP വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാർട്ട് എട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ എന്ന് പറഞ്ഞ ആളെ ഉണ്ടാക്കും. നിങ്ങളുടെ ഹാർട്ടിൻ്റെ എട്രിയം സ്റ്റിമുലേറ്റ്, നോക്കൂ, വെൻ യുവർ BP ഇൻക്രീസസ് ഇറ്റ് സ്റ്റിമുലേറ്റ് അട്രിയൽ വാൾ ഓഫ് ഹാർട്ട് ടു റിലീസ് ANF, അട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ. അയാൾ വാസോ ഡയലേഷൻ ഉണ്ടാക്കും. എന്താ? ബ്ലഡ് വെസലിനെ ഡയലേറ്റ് ചെയ്യും. അപ്പോൾ BP ഇച്ചിരി കുറയും. BP കുറഞ്ഞു കഴിഞ്ഞാൽ GFRും കുറയും. അപ്പോൾ ഇയാൾ GFRനെ കുറക്കുന്ന ആളാണ്. മുമ്പ് നമ്മൾ പറഞ്ഞവരൊക്കെ GFRനെ കൂട്ടുന്ന ആളാണ്. ഇനി റോൾ ഓഫ് അതർ ഓർഗൻസ് ഇൻ എക്സ്ക്രീഷൻ, നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ലൈഡ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പഠിക്കുക. ഇറ്റ്സ് നോട്ട് that much important, but if you can, please take a screenshot and study. Okay, that's it. ദെൻ അതിനെ ബേസ് ചെയ്തുള്ളൊരു ചോദ്യമാണ്, വളരെ ഈസിയാണ്, യു ക്യാൻ ആൻസർ. അതായത് നമ്മളിപ്പോൾ നോക്കുക, നമ്മൾ എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ കിഡ്നി പുറന്തള്ളുന്നത് യൂറിയനെ മാത്രമാണ്, അല്ലെങ്കിൽ യൂറിയയും കുറച്ച് വാട്ടറും മറ്റ് അത്തരത്തിലുള്ള ആളുകളെയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ക്രീഷൻ അല്ലേ, അതാരാ ചെയ്യുന്നത്? ലങ് ആണ്. വേറെ ചില കെമിക്കൽസിനെ നമ്മുടെ ലിവർ നേരെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്കിലേക്ക്, കുടലിലേക്ക് പുറന്തള്ളും ലിവറിൻ്റെ സഹായത്തോടെ. അത് പിന്നീട് നമ്മുടെ വേസ്റ്റ്, നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ അത് പുറത്തോട്ട് പോകും. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ സ്വെറ്റ് ഇങ്ങനെ നമ്മൾ വിയർക്കുമ്പോൾ ആ വിയർപ്പിലൂടെ കുറേ സാധനങ്ങൾ പുറന്തള്ളപ്പെടുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ ഓയിലില്ലേ, ദാറ്റ് ഈസ് സെബം. ആ സെബത്തിലൂടെ കുറേ കാര്യങ്ങൾ പുറന്തള്ളപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പേരുകളാണ്. യു സിംപ്ലി റീഡ് ഇറ്റ്. ഓക്കെ, യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നൗ വൺ മോർ തിങ്, കുറച്ച് ഡിസോർഡേഴ്സ് ആണ്. നമ്മുടെ നെഫ്രോണുകളുടെ ഗ്ലോമറുലസിന് ഇൻഫ്ലമേഷൻ വരുന്ന അവസ്ഥയാണ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്. നമ്മുടെ കിഡ്നിക്കകത്ത് സ്റ്റോൺ വരുന്ന അവസ്ഥ. നമ്മുടെ കിഡ്നിക്കകത്ത് കാൽഷ്യം ഓക്സലേറ്റ്, കാൽഷ്യം യൂറേറ്റ്, യൂറിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, ഇവരൊക്കെ കാൽഷ്യവുമായി കൂടിച്ചേർന്ന് ക്രിസ്റ്റൽ ഉണ്ടാവും. അത്തരം ക്രിസ്റ്റലുകൾ ഫോം ചെയ്താൽ നമുക്ക് കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ റീനൽ കാൽക്കുലൈ ഉണ്ടാവും. റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഫെയിലായി പോകുന്ന അവസ്ഥ. പലതരത്തിൽ ഫെയിലാവാം. ഇതിൽ അക്യൂട്ട് കിഡ്നി ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അസ്പർ NCERT ആണ് അക്യൂട്ട് കിഡ്നി ഫെയിലിയറിനുള്ള അൾട്ടിമേറ്റ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. പഠിച്ചു വെച്ചോ, അക്യൂട്ട് കിഡ്നി ഫെയിലിയറിൻ്റെ അൾട്ടിമേറ്റ് ട്രീറ്റ്മെൻറ്റ് എന്താണ്? കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ, കിഡ്നി മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഇനി യൂറീമിയ എന്താ? കിഡ്നിക്ക് കേടുപാട് സംഭവിച്ചാൽ, എന്ത് തരത്തിലുള്ള കേടുപാട് സംഭവിച്ചാലും പലപ്പോഴും നമ്മുടെ ബോഡിയിൽ യൂറിയ പുറന്തള്ളപ്പെടാതിരിക്കുകയും യൂറിയ അക്യുമുലേറ്റ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് യൂറീമിയ. അപ്പോൾ യൂറീമിയ പേഷ്യൻസിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഹീമോ ഡയാലിസിസ് ചെയ്തിട്ട് യൂറിയനെ പുറന്തള്ളാൻ പറ്റും അല്ലേ? ഹീമോ ഡയാലിസിസിൻ്റെ മെഷീനെ വിളിക്കുന്ന പേരെന്താ? ആർട്ടിഫിഷ്യൽ കിഡ്നി. ഇനി അടുത്തത്, അതിൽ ഏതൊക്കെയാണ് ഇൻകറക്റ്റ് എന്ന്? നമ്മുടെ യൂറിൻ്റെ pH എത്രയാണ് കുട്ടികളെ? 6 ആണ് അല്ലേ? 7 അല്ല, 6 ആണ്. ഇനി നോക്ക്, ഡയബറ്റീസ് ഇൻസിപ്പിഡസിലല്ല കീറ്റോൺ യൂറിയ. വാട്ട് ഈസ് കീറ്റോൺ യൂറിയ? യൂറിനിൽ കീറ്റോൺ ബോഡി ഉണ്ടാവുക. വാട്ട് ഈസ് ഗ്ലൈക്കോസ് യൂറിയ? യൂറിനിൽ ഗ്ലൂക്കോസ് ഉണ്ടാവുക. ഇത് രണ്ടും കാണുന്നത് എവിടെയാണ്? ഡയബറ്റീസ് മെലിറ്റസിലാണ്. അപ്പോൾ ഇതിന് ആൻസർ എന്ന് അങ്ങോട്ട് പറയുകയാണ്, ഡയബറ്റീസ് മെലിറ്റസിൽ കാണുന്ന അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ യൂറിൻ പരിശോധിച്ചാൽ പല രോഗത്തിൻ്റെയും പ്രസൻസ് അറിയാൻ പറ്റും. യൂറിനിൽ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ കീറ്റോൺ ബോഡി ഉണ്ടെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, നമ്മുടെ സ്വെറ്റ്
നമ്മുടെ ബോഡിക്ക് ഒരു കൂളിംഗ് എഫക്റ്റ് ആണ് നൽകുക. പ്രൊട്ടക്റ്റീവ് ഓയിലി കവറിങ് നൽകുന്നത് ആരാണ് കുട്ടികളെ? സെബമാണ് കേട്ടോ. സ്വെറ്റിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ ബോഡിക്ക് കൂളിംഗ് നൽകുക എന്നുള്ളതാണ്. സെബ ഈ ഓയിലാണ് ബോഡിക്ക് ഒരു ഓയിലി കവറിങ് നൽകുന്നത്. യുറീമിയ അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ യൂറിൻ അല്ല, ബ്ലഡിൽ യൂറിയ അക്യുമുലേറ്റ് ചെയ്യുന്ന അവസ്ഥയാണ് യുറീമിയ. ഹീമോ ഡയലൈസർ നമ്മൾ ആർട്ടിഫിഷ്യൽ കിഡ്നി തന്നെയാണ് വിളിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ.